ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ കുറേയധികം എക്സാംസിൻ്റെ കൺഫർമേഷൻ ഡേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ചില എക്സാംസിൻ്റെ മെയിൻ എക്സാംസിൻ്റെ എക്സാം ഡേറ്റും ഒക്കെ പറഞ്ഞിട്ട് മെയ് മാസത്തെ കൊടുക്കേണ്ട സംഭവമൊക്കെ പറഞ്ഞിട്ട് കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് 10th പ്രിലിംസ് കുറേയധികം തസ്തികകളിലേക്കായിരുന്നു ആ ഒരു എക്സാം. അതിൽ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ എക്സാം മെയ് 21 നടക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഹാൾ ടിക്കറ്റ് 7ാം തീയതി തൊട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മിക്കവർക്കും എന്താണ് ഓൾറെഡി മൈൻഡിൽ മെയിൻസ് ഉണ്ടെന്ന് ഉറപ്പായിട്ട് ഇരിക്കുന്നവരുണ്ടാവും, കൺഫേം ചെയ്ത്. ചിലവർ ഇത്രയൊക്കെ ആയിരിക്കുമല്ലോ, ആ ഒരു റേഞ്ച് എനിക്കില്ലല്ലോ, 60-ന് മുകളിലില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആ ഒരു 70-ന് മുകളിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പഠിക്കേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ ബോധപ്പെടാണ്ട് യാതൊരു ആവശ്യമില്ല. റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, അതിപ്പോൾ മെയിൻസ് കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, നമ്മളിപ്പോൾ ഈ ഒരു മെയിൻസ്, അതായത് 10th മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നന്നായി തന്നെ പഠിച്ചിരിക്കുക. കാരണം അതിനി അങ്ങോട്ടുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിനാണെങ്കിലും ശരി, 10th ബേസിസിൽ നടക്കുന്ന എക്സാമിനാണെങ്കിലും ശരി, വേറെ ഏത് ലെവൽ ഓഫ് എക്സാമിനാണെങ്കിലും ശരി, നമുക്കത് ഗുണമേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിലും നമുക്കതൊരു ബേസ് ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, മാർക്ക് എത്രയോ ആയിക്കൊള്ളട്ടെ, നമുക്കറിയില്ല എത്രയാണെന്നുള്ളത്. സപ്പോസ് നമ്മൾ പഠിക്കാതെ ഇരിക്കുകയും കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എന്തെങ്കിലും വ്യത്യാസം വരികയോ നമ്മളതിൽ പെടുകയോ ചെയ്താൽ നമുക്ക് അത്രയും ഒരു സങ്കടം വരും. ഓക്കെ, അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ അതിനു വേണ്ടി പഠിക്കുക. മെയിൻസ് എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ പഠിക്കുക. മെയിൻസ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ മെയിൻസിന് എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ടൈം അത്രത്തോളം കൂടും ഒരു എക്സാമിന്, അല്ല എന്ന് വെച്ചാൽ പല വീഡിയോസും കണ്ട് കട്ട് ഓഫ് എത്രയാണെന്നുള്ള അതിൽ ആ ഒരു ടെൻഷനിൽ അയ്യോ ഇത്രയൊക്കെ ആയിരിക്കും, അപ്പോൾ കുറേ പേര് പറയും അതുണ്ട്, എനിക്ക് ആ മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുമ്പോൾ എനിക്ക് അത്രയൊന്നും ലെവലില്ലല്ലോ, അപ്പോൾ കിട്ടാനൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കും. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ മെയിൻസിനൊന്ന് കണക്കാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആ മെയിൻസിന് പഠിക്കുമ്പോൾ നമുക്കിനി ആ ഒരു കുറച്ച് ടൈം, അതായത് ഇപ്പോൾ മെയിലാണല്ലോ പറഞ്ഞിട്ടുള്ളത് എക്സാം, അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ റിസൾട്ടൊക്കെ വരും. അതിനനുസരിച്ച് നമുക്കിപ്പോൾ എന്തായാലും പഠിക്കാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. അവർ ചോദിക്കുന്ന രീതികളിലും വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻസിൻ്റെ സിലബസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴേ പഠിത്തം തുടങ്ങിയിട്ടുള്ളവരുണ്ടാകും, പഠിച്ചൊരുതായിട്ടുള്ളവരുണ്ടാകും. എനിവേസ്, ഇതുവരെ ഒരു കട്ട് ഓഫിൻ്റെ സംശയത്താൽ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ കൂടി ദയവ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ പറയുന്നില്ല, നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു സംഭവം SCERT ടെക്സ്റ്റുകൾ. ഓക്കെ, അത് നല്ല രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യാം. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും, ഇഫ് ടെക്സ്റ്റ് നമ്മുടെ കയ്യിൽ ഭദ്രമാണെങ്കിൽ. പിന്നെ ഇതിൽ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സുപ്രധാന നിയമങ്ങളും എന്ന് പറയുന്ന ഈ 2 ഏരിയാസ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. SCERT ടെക്സ്റ്റ് നല്ലവണ്ണം നോക്കുക. ഒപ്പം ഈ 2 ഏരിയാസിൻ്റെ കാര്യങ്ങൾ, നിയമങ്ങൾ, നിയമവശങ്ങൾ, അതിൽ ഓരോന്നിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇഴ കീറി മുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് കീറി മുറിച്ച് പഠിക്കാന്ന് പറയുന്നത്, അങ്ങനത്തെ രീതിയിൽ തന്നെ ഒരു പഠിക്കുന്ന രീതിയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കൺസെപ്ച്വൽ നോളജ് വേണ്ട സ്ഥലങ്ങളിൽ ആ ഒരു നോളജും കൂടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ SCERT മസ്റ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള 2 ഏരിയാസിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്ത് നല്ലവണ്ണം പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി ഈ പറഞ്ഞിട്ടുള്ള ഏത് പോർഷൻ ആണെങ്കിലും, ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, അതുപോലെ തന്നെ ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ഇതൊക്കെ തന്നെയുണ്ടല്ലോ നമുക്ക് ടെക്സ്റ്റ്, SCERT ടെക്സ്റ്റ് പ്ലസ് NCERTയും കൂടെ നോക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അതും നോക്കുന്നത് നല്ലതാണ്. കാരണം NCERTയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. NCERTയുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ടഫാണ്. എന്നിരുന്നാലും പറ്റുന്നവർ അതും കൂടെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയാസിൽ കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഞാൻ പറയില്ല. അതിനേക്കാളും നല്ലത് ഏതെങ്കിലും വേറെ മേഖലകളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് നോക്കുക. 4th സ്റ്റേജിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കേവലം എന്താണ് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾസിൻ്റെ നമ്പറിങ്, ഏത് പാർട്ടിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഓരോന്നിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഓരോ അമെൻമെൻറ്റും എന്തിനൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്നാലേ നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ഇത് ചിലപ്പോൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കാൻ ചാൻസ്. നമുക്കറിയില്ല, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ പണ്ടത്തെ എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫെയറിനെയും കൂടെ കണക്ട് ചെയ്ത രീതിയിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, ഇത് പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പം മെമ്മറി ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇത് ആക്ച്വലി നമ്മൾ പഠിക്കുന്നതെല്ലാം സെയിം തന്നെയാണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. മാത്സിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതി, അല്ലെങ്കിൽ അത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള നമ്മളുടെ ഒരു ഇതനുസരിച്ചിരിക്കും അതിൻ്റെ മാർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് സേഫ് സോണിൽ ഇരിക്കുന്നവരുണ്ട്, മാത്സൊക്കെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഇംഗ്ലീഷും മലയാളം ആണെങ്കിലും അത്യാവശ്യം റൂൾസ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ അറിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്സ്, ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിലെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്.
അപ്പോൾ പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് 20 മാർക്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഇത് ചില്ലറക്കാരനല്ല, ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്. അത് പഠിക്കേണ്ട രീതിനെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് സെയിൽസ്മാൻ റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ, രണ്ടിൻ്റെ സിലബസ് സെയിം ആയതുകൊണ്ട് നമുക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ സെയിൽസ്മാന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 വീക്സിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ 3 ടെസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതായത് ടെസ്റ്റ് സീരീസ് പോലെ പഠിക്കുന്നതിനെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞു പോകുക എന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ, മെയിൻസ് പഠിക്കുന്നവരാണെങ്കിൽ അതും കൂടി അത് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടൈറ്റിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ള രീതിയിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക, പക്ഷേ അത് മെയിൻസ് പഠിക്കുന്നവർക്കും ഹെൽപ്ഫുൾ ആകും തീർച്ചയായിട്ടും. ഇപ്പോൾ പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന പോർഷൻസ് ഒക്കെ കവേർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് മെയിൻസിന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അല്ലെങ്കിൽ എന്താണ് ഏറ്റവും പാടുള്ള സബ്ജക്ട്സിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കുക, അത് മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. അത് ലാസ്റ്റത്തോട്ട് വെക്കുന്നതോറും നമ്മൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കാനേ സാധ്യതയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസ് ചെയ്യുന്ന ഏരിയാസ് നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിസാരമല്ല, നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ കയ്യിൽ ഈ ഒരു ഇയറിൽ നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ അതിൽ ജനുവരി, ഫെബ്രുവരി ഇപ്പോൾ എന്തായാലും ജനുവരി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരിയിൽ കുറച്ചപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാം. മാക്സിമം 2024 എഴുതി വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റ് ഔട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അതൊന്ന് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് നോക്കുക. അതിൽ കുറേയധികം എല്ലാ ഫാക്ട്സും കൂടെ നോക്കാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് കൂടുതൽ പഠിക്കാം. പിന്നെ ചിലവർക്ക് ഈ കായിക ഇതിൻ്റെ വേദികൾ അല്ലെങ്കിൽ എന്താണ് വിന്നേഴ്സ്, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ നേരം ഇരിക്കാതെ പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് മാക്സിമം പഠിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഫുള്ളും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. അതുപോലെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഇതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. നമുക്ക് ഇത്രയും കൂടെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് പേർക്കാണെങ്കിലും കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ സുപ്രധാന നിയമങ്ങളും കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ഇതാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിൽ നല്ലോണം റിവിഷൻ നടത്തുക. ആ ഒരു ഏരിയാസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. മാക്സിമം അത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് കുറച്ച് ഇതും കൂടി ഇപ്പോൾ ഫെബ്രുവരി കഴിയാറായി അല്ലേ, ഇനി മാർച്ച്, ഏപ്രിൽ, ഈ ഒരു 2-2.5 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യേണ്ടതിൻ്റെ പോർഷൻസ് ഞാൻ പിന്നെ പറഞ്ഞല്ലോ, നമ്മൾ ലിസ്റ്റിലുണ്ടോ എന്നുള്ളതല്ല, നമുക്കത് എന്തൊക്കെ ചെയ്താലും ഉപകാരപ്പെടുന്നുള്ള രീതിയിൽ പഠിക്കുക. എത്ര മാർക്സ് ആയിക്കൊള്ളട്ടെ, നമ്മൾക്ക് ഇപ്പോൾ പ്രിലിംസിന് എത്ര വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്ന് വെച്ചാൽ എന്താണ്, ഒട്ടുമേ ഇല്ലാത്തവരാണ്. അപ്പോൾ അത് തന്നെ എന്തിൻ്റെ ബേസിസിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ആ ഒരു എക്സാം ഉണ്ടെന്നുള്ളൊരു ലെവലിൽ പഠിച്ചാലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ നമുക്ക് വളരെ ദൂരെയാണ്, അല്ലെങ്കിൽ എക്സാമിന് ഇനിയും ടൈം ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ പഠിക്കാൻ കുറച്ചങ്ങ് പിന്നോട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ, അതായത് ആ ഒരു ടൈമിൽ വരുന്ന ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ധൃതിയും ആ ഒരു ഫാസ്റ്റ്നെസ്സും ഒക്കെ നമുക്ക് ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ അതേസമയം നമുക്ക് ഉണ്ട് എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് 2 പ്രാവശ്യം റിവിഷൻ കഴിയും. നമുക്ക് പല കാര്യങ്ങളും ബൈ ഹാർട്ടാവും. നമുക്ക് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ കാണേണ്ട താമസം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. കുറേയധികം ടൈം ഒരു ക്വസ്റ്റ്യൻ വായിച്ചിരിക്കേണ്ട സമയം ഇതുപോലും വരില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്താലും അത് ഗുണമേ തരുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക മെയിൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ ചെയ്താലും ഒരു 60-ന് മുകളിലുള്ളവരാണെങ്കിൽ കൂടി, ഇപ്പോൾ 60-ന് മുകളിലാണ് എന്നാലും കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും പഠിക്കുക. കാരണം നമുക്ക് അറിയില്ല എന്താ കട്ട് ഓഫ് എന്ന്. ഇനിയിപ്പോൾ 50, 60 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലുള്ളവരാണെങ്കിലും പഠിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനി അങ്ങോട്ടുള്ള ഏത് എക്സാമിനും നമുക്ക് ഗുണം ചെയ്യും. ഇപ്പോഴേ നമ്മളത് പഠിച്ച് ആ ഒരു എന്താണ്, നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ടത് നമുക്ക് അടുത്തുണ്ട്, അല്ലെങ്കിൽ ഇനി അടുത്തത് ഒരു എക്സാം ഉണ്ട് എന്നുള്ള ഒരു ലെവലിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അപ്പം കിടന്ന് ഓടി പഠിക്കുന്നതിനേക്കാളും 100 മടങ്ങ് എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ഇപ്പോഴേ കൃത്യമായിട്ട് പഠിച്ചു മാറ്റി 1 തവണ 2 തവണ 3-4 തവണ റിവിഷൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ പല കാര്യങ്ങളും ഇതായിരിക്കും. ഇത്ര ഇത് കഴിഞ്ഞിട്ടും കുറേയധികം എക്സാംസ് കഴിഞ്ഞിട്ടും സ്റ്റിൽ എന്താണ് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റുന്നവരുണ്ട്. നിസ്സാര കട്ട് ഓഫിന് പുറത്ത് പോകുന്നവരുണ്ട്. ലിസ്റ്റിൽ കയറിയിട്ടും അങ്ങോട്ട് ഹൈ റാങ്കിലേക്ക് എത്താൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാലമായിട്ടും പറഞ്ഞു പോകുന്ന ഈ സിലബസ് ടോപ്പിക്സ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ബേസിക്സും മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, ഭദ്രമായിരിക്കണം. പിന്നെ വളരെയധികം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് അതിൻ്റെ അനുസരിച്ചിരിക്കും അല്ലെ. ക്വസ്റ്റ്യൻ ഇടുന്ന ആ ഒരു ഇതും നമ്മളുടെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെ ഇരിക്കും. എനിവേസ്, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അല്ലാത്തത് നമുക്ക് തീർച്ചയായിട്ടും നേടാൻ സാധിക്കുന്നവേ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. ഇപ്പോൾ 100-ൽ 100 എന്ന് പറയുന്നതല്ല നമ്മളുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 80-നോട് അടുപ്പിച്ചെങ്കിലും നമുക്കൊരു മാർക്സ് അല്ലെങ്കിൽ 80-ന് മുകളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പരിശ്രമം ഇപ്പോഴേ തുടങ്ങണം. അപ്പോൾ ഈ ഒരു വർഷമെങ്കിലും നമുക്ക് നേടണം എന്ന് ഉറച്ച ആഗ്രഹമുള്ളവരുണ്ടാകും. ഇതുവരെയുള്ളതൊക്കെ ശ്രമിച്ചിട്ടും കയ്യിൽ നിന്ന് വഴുതിപ്പോയവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഇപ്പോൾ ഈ പറയുന്നത്, ഇപ്പോൾ മെയിൻസിനാണെങ്കിൽ കൂടി മെയിൻസ് പാസ്സാവുന്ന ഉറപ്പുള്ളവർക്ക് നന്നായി ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണെങ്കിലും പഠിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങളും ചിലപ്പോൾ ലിസ്റ്റിൽ പെടാം. കട്ട് ഓഫ് അറിയില്ല, നമുക്ക് വരണ പോലെ വരട്ടെ.
എന്തോ ആയിക്കൊള്ളട്ടെ, ഈ പഠിക്കുന്നത് നമുക്ക് സെയിൽസ്മാൻ ഉപകാരപ്പെടും. അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പീരീഡിലാണ് സെയിൽസ്മാൻ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എപ്പോഴാണെന്നൊക്കെ നമ്മൾ അറിയും സെയിൽസ്മാൻ. അതിൻ്റെ ഇടയ്ക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ വരുന്നുണ്ട് എക്സാം. അപ്പോൾ അതിനും നല്ല രീതിയിൽ പഠിക്കാൻ ഒരു ബേസ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇത് ടോപ്പിക്സ് പോകുന്നു മാത്രം. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ വാസ്റ്റാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ. പക്ഷേ എന്നാലും ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും നമുക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന സ്റ്റേജ് ഏതാണെന്ന് അറിയില്ല. നമുക്ക് ചിലപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു സ്റ്റേജാണ് കിട്ടുന്നത് എങ്കിൽ ആ എളുപ്പമുള്ള ക്വസ്റ്റൻസ് എങ്കിലും ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ചിലപ്പോൾ ഈ 10th ലെവലിലുള്ള കാര്യങ്ങൾ മതിയായിരിക്കും നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയില്ല ഓരോ ലെവൽ അനുസരിച്ചാണ്, ഓരോ സ്റ്റേജസ് ആയിട്ടാണല്ലോ അത് ഡിഗ്രി ലെവൽ നടത്തുന്നത്. അപ്പോൾ നമുക്കതറിയില്ല. അപ്പോൾ ആ ഒരു ഇതിനെ വെച്ചിട്ട് ഏതൊരു എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെയെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നല്ലവണ്ണം പഠിക്കാം. അപ്പോൾ എപ്പോൾ എത്ര നേരം ഇരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ ഇരുന്നാലും ആ പഠിക്കാൻ ഇരിക്കുന്നത് നല്ലവണ്ണം കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുക. അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ വേണ്ടത് മാത്രം എഴുതിപ്പോയി പഠിച്ച് ആ സമയമാകുമ്പോൾ 1-2-3 പ്രാവശ്യം റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കയ്യിലുണ്ടായിരിക്കുക. ഓക്കെ, ന്യൂസ് പേപ്പർ അനലൈസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ലേറ്റസ്റ്റ് നടന്ന എക്സാംസിൻ്റെയൊക്കെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഈ 10th പ്രിലിംസിൻ്റെ ആണെങ്കിലും കഴിഞ്ഞ സ്റ്റേജസ് മുഴുവൻ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും വിട്ടുപോയ പോർഷൻസോ എപ്പോഴും സ്റ്റിൽ കൺഫ്യൂഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റഡ് അടിച്ച് കണ്ടുപോകും. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ എത്രയൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. ഇക്കാലത്തൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല, ഈ അടുത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല. കിട്ടിയാൽ തന്നെ അത് നല്ല റാങ്ക് ഇല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെയുള്ള കുറേയധികം നെഗറ്റീവ്സ് നമ്മുടെ മൈൻഡിൽ വരും. ഇത് എനിക്ക് വിധിച്ചതല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിലും ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ള കുറേയധികം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും, നെഗറ്റീവ്സ് വരും. അതൊക്കെ നമ്മൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആ പഠിക്കുന്ന മൈൻഡിനെ തകർക്കാനുള്ള നെഗറ്റീവ്സ് ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അത് നമ്മൾ ആ ഒരു ഉന്മേഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്കിലോട്ട് വലിക്കുന്ന കുറേയധികം ഘടകങ്ങൾ നമ്മുടെ മുന്നിൽ വരും. പക്ഷെ അതൊന്നും വിചാരിക്കേണ്ട, നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റണം, ഞാൻ എൻ്റെ മാക്സിമം കൊടുത്താൽ ചെയ്തത്, എന്നിട്ട് കിട്ടാത്ത പക്ഷം ഒക്കെ നമുക്ക് വിധിച്ചിട്ടില്ല എന്നെങ്കിലും പറയാം. ഫെയ്റ്റ് എന്ന് നിങ്ങൾ ഒരു ഇതിലേക്ക് പറയാം. പക്ഷെ നമ്മൾ 100% പരിശ്രമിക്കാതെ നമ്മൾ വെറുതെ കിടന്ന് വിധിനെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഈശ്വരൻ എന്താണ് എനിക്ക് തരാത്തത് എന്നുള്ള ആ ഒരു ചിന്തയിലൊന്നും ഇരിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് എടുത്താൽ ബാക്കി നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യും. ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, അവർക്ക് എന്തായാലും കൊടുത്തേക്കാന്നുള്ള ആ ഒരു മൈൻഡിലോട്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നമുക്ക് തരും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു കഷ്ടപ്പാട് എടുക്കണം. അല്ലാതെ വെറുതെ കേവലം പരീക്ഷാ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ചെയ്യാൻ പോകുന്നതിൽ അർത്ഥമില്ല. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് കുറേ പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്നുള്ളത് ആവുള്ളൂ. ഓക്കെ, ഇപ്പോഴും കുറെ കാലമായില്ലേ, ഇതൊന്നും ഈ നൂറ്റാണ്ടിൽ തന്നെ കിട്ടാൻ പോകില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവും നമ്മുടെ ചുറ്റിൽ. ഒട്ടേറെ പേര് അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം അതിനുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് നമ്മളൊരു ജോലി കിട്ടി കാണിക്കുക എന്നുള്ളതാണ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, സൈലന്റ് ആയിട്ടിരിക്കുക. സൈലൻസ് ആണ് ചില ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും നല്ല മറുപടി കിട്ടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം എന്താണ് ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ എനർജിയും ടെമ്പറും ഒക്കെ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു സമയവും നമ്മളുടെ എനർജിയും ഒക്കെ വേറെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് നമുക്ക് ഗുണം ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ ദേഷ്യം അതിന് വേണ്ടിയിട്ടൊരു എന്താണ് തിരിച്ച് മറുപടി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് മുന്നിൽ ക്ലാരിഫൈ ചെയ്തിട്ട് ഒന്നും കാര്യമില്ല. കാരണം ചിലപ്പോൾ അവർ ഇതൊക്കെ ചെയ്താലും അംഗീകരിക്കണം എന്നില്ല. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ പറയുന്നു. നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓക്കെ എന്തൊക്കെയോ പാകപ്പിഴകളുണ്ട്, അതൊക്കെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും എത്തും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറുപടി കൊടുത്ത് സമയം കളയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക എന്നുള്ള ആ ഒരു നല്ല പ്രവൃത്തി അത് നന്നായിട്ട് തന്നെ ചെയ്യുക. 100% എഫേർട്ട് ഇടുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എഫേർട്ട് കണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തന്നെ നമുക്ക് അർഹതപ്പെട്ടത് തരും. അതാണ് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഓക്കെ, ആ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് നമ്മളെ പരിഹസിക്കുന്നവരൊക്കെ എന്താ പറയുക, വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ഷെയ്ക്ക് ഹാൻഡ് തരുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. അത് ചിന്തിക്കട്ടെ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യില്ല, മറുപടി പറയാൻ നിൽക്കില്ല. ചിലപ്പോൾ അത് വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. വളരെയധികം എന്താണ് നമ്മളെ ഫിസിക്കലി മെന്റലി വളരെയധികം വീക്കാക്കുന്ന കാര്യങ്ങൾ പറയും. ഓക്കെ, പക്ഷെ അത് എത്രത്തോളം കേൾക്കുന്നവനെ വിഷമിപ്പിക്കുന്ന അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്കറിയാം നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാകും എത്രത്തോളം വേദനാജനകമാണ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, തങ്ങൾ ശ്രമിച്ചിട്ടും കയ്യിൽ നിന്ന് നിൽക്കാത്തവരുണ്ട്. ഓക്കെ, പല സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, അപ്പോഴും നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നേടാവുന്നതിൻ്റെ 100% ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ എടുക്കുക. അപ്പം ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയതാട്ടോ. കാരണം നമുക്ക് നല്ലോണം പഠിക്കുന്ന സമയത്ത് കയറി വരുന്ന കുറേയധികം നെഗറ്റീവ്സ് ഉണ്ട്. അത് വളരെയധികം നമ്മളെ പിന്നോട്ട് വലിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. യാതൊരു ഇതുമില്ലാതെ നമുക്ക് നല്ലോണം തന്നെ പഠിച്ച് നേടാൻ സാധിക്കണം. അത് എത്ര വർഷം എടുത്തോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ചെയ്യാവുന്ന കാര്യം ഇപ്പം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അതിനുള്ള സന്തോഷം ചിലപ്പോൾ അധികം വൈകാതെയെങ്കിലും ലഭിക്കും. അങ്ങനെ തന്നെ വിചാരിക്കാം. ഓക്കെ,
അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മെയിൻസിനുള്ള കാര്യങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഒരു കൂടുതലും ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങളും ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആദ്യം അത് പഠിച്ച് നീക്കുക. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ 10th മെയിൻസിൽ എഴുതാൻ പോകുന്നവർ അവർക്കൊക്കെ കാണാം കേട്ടോ. അത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.